നമ്മളുടെ ഓറിയന്റേഷൻ സെഷൻ, അതായത് OP10.0യുടെ ലാസ്റ്റ് സെഷൻ, അതായത് നിങ്ങളുടെ റാപ്പ് അപ്പ് സെഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. തുടർച്ചയായി നമ്മൾ ഈ ഒരു സെഷൻ 12 വരെ നിങ്ങൾ ആക്റ്റീവായിട്ടുള്ള തന്നെ പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ സെഷൻ 13ലും നിങ്ങളുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ തന്നെ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മെന്റേഴ്സ് എല്ലാവരും ഇൻഫോം ചെയ്ത് കാണും. നമ്മളുടെ എന്ന് പറയുന്ന ഒരു റാപ്പ് അപ്പ് സെഷൻ ആണ് ഇന്ന് വരുന്നത്. അത് വേറൊന്നുമല്ല, പേര് പറയുന്ന പോലെ തന്നെ നമ്മുടെ എല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുവാണ്. പക്ഷെ അതൊന്ന് ജസ്റ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഓറിയന്റേഷൻ ആണ് കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ജേർണി നമ്മൾ ഓൾ ടുഗദർ മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഏറ്റവും നല്ലൊരു ബിഗിനിങ്, നമ്മുടെ എഡ്യൂക്കേഷണൽ ജേർണിക്ക് നല്ലൊരു ബിഗിനിങ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ദിവസമാണ് ഇന്ന്. എല്ലാവരെയും ഈ ഒരു സെഷനിലോട്ട് സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് എന്റെ കൂടെ ഇന്നത്തെ ഈ സെഷൻ ലീഡ് ചെയ്യാൻ വേണ്ടി ഫാത്തിമ മാം ഉണ്ട്. അതേപോലെ തന്നെ തഹസീൻ മാമും ഷംഷീറ മാമും ഈ ഒരു സെഷനിൽ നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാവരെയും ഒന്നും കൂടി ഈ ഒരു സെഷനിലോട്ട് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മളുടെ സെഷൻ 13 റാപ്പ് അപ്പ് സെഷൻ. നമുക്ക് ഈ ഒരു സെഷനിൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഒരു OP ജേർണി, അതായത് OP10.0 എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ടു വന്ന കുറച്ച് ജേർണി ഉണ്ട് അല്ലെ, കുറച്ച് കാര്യങ്ങൾ നമ്മൾ കണ്ടു കേട്ടു, ഇതൊക്കെയായിരുന്നു. അല്ലെങ്കിൽ ഏതൊക്കെ സെഷൻസ് ആയിരുന്നു. ഇപ്പൊ OPയുടെ 13th സെഷൻ ആണ് ഇതെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ 12 സെഷൻസിൽ നമ്മൾ എന്തൊക്കെയാണ് കടന്നു വന്നത്? അപ്പൊ അതില് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് സെഷൻ വരെ കാണാത്ത ചില ലേണേഴ്സ് കാണാം. അതായത് ഈ ലാസ്റ്റ് ടൈമിൽ ഇപ്പൊ ഇന്നലെ വരെ ജോയിൻ ചെയ്ത അല്ലെങ്കിൽ ഇന്ന് രാവിലെ വരെ ജോയിൻ ചെയ്തവരും മേ ബി ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവർക്ക് ഇത് എന്താണ് അല്ലെങ്കിൽ ഏതൊക്കെ സെഷൻസ് ആയിരുന്നു എന്നുള്ള ഒരു ജനറൽ ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടി അത് നമ്മളൊന്ന് നോക്കുന്നുണ്ട്, ഒരു ഓവർവ്യൂ ആയിട്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു റാപ്പ് വീഡിയോ, നമ്മളുടെ ഈ ഹോൾ സെഷൻസിന്റെ സെഷൻ 1 തൊട്ട് 12 വരെയുള്ള ഹോൾ സെഷൻസിന്റെ ഒരു റാപ്പ് വീഡിയോ നമുക്ക് കാണാനുണ്ട്. നമ്മുടെ എല്ലാവരുടെയും കുറച്ച് സെഷൻസിലെ ആക്റ്റീവായിട്ട് നിന്നപ്പോഴത്തേക്ക് ഉള്ള ഒരു ഇച്ചിരി ഒരു വീഡിയോ ആണ്, അത് കാണാനുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, അത് ഏറ്റവും ഞങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ്. കാരണം നിങ്ങൾക്ക് നമ്മൾ ഇത്രത്തോളം പ്രസന്റ് ചെയ്തു, നിങ്ങൾക്ക് നിങ്ങളെ ഇമ്പോർട്ടന്റ് ചെയ്യിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആയി എന്ന് നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ അറിയുവാൻ ഞങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഫസ്റ്റ് സെഷൻ തൊട്ട് തന്നെ നമ്മൾ പറയുന്നതാണ് വിന്നേഴ്സ് ഉണ്ടെന്ന് അല്ലെ, ഓറിയന്റേഷന് വിന്നേഴ്സ് ഉണ്ടെന്ന്. നിങ്ങളുടെ ആക്ഷൻ ടാസ്കുകളും നിങ്ങളുടെ ആക്റ്റീവ്നെസ്സും എല്ലാം നോക്കിയിട്ട് നിങ്ങൾ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്കൊരു ഫൈനൽ അസസ്മെന്റ്, അതായത് ഇത്ര നാളും നമ്മൾ ആക്ഷൻ ടാസ്ക് കണ്ട പോലെ തന്നെ ഇപ്രാവശ്യം നമുക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ ഫൈനൽ അസസ്മെന്റിന്റെ ഒരു ഫോം ഉണ്ട്, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു സെഷൻ കൂടെ ആയിരിക്കും ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഈ ഒരു OP10.0യുടെ ജേർണി ഒന്ന് റിഫ്ലക്ട് എങ്ങനെയാണെന്ന് നോക്കാം അല്ലെ. സെഷൻ 1 എന്ന് പറയുന്നത് നമ്മുടെ ഇനോഗ്രൽ സെഷൻ ആയിരുന്നു. ആ ഫസ്റ്റ് സെഷൻ നമ്മളൊരു കോമൺ സെഷൻ ആയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും എല്ലാ ക്ലാസ്സുകാരും ഉണ്ടായിരുന്നു, ഹോൾ ലേൺ വൈസ് ടീം ഉണ്ടായിരുന്നു. നമ്മൾ ഒഫീഷ്യലി നമ്മളുടെ ലേൺ വൈസിന്റെ OP10.0 നമ്മൾ ഇനോഗ്രേറ്റ് ചെയ്തു. സെക്കൻഡ് സെഷനിൽ നമ്മൾ ഐസ് ബ്രേക്കിംഗ് ആയിരുന്നു. ഐസ് ബ്രേക്കിംഗ് ഓർക്കുക, നമ്മൾ ഇന്ററാക്ട് ചെയ്തു, ഗെയിം ഒക്കെ കളിച്ചു, ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെട്ടു. അങ്ങനെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിരുന്നു സെഷൻ 2 എന്ന് പറയുന്നത്. ദെൻ സെഷൻ 3യിൽ നമ്മൾ ഇഗ്നോയെ കുറിച്ച്, അതായത് ഇഗ്നോ ഡീപ് ഡൈവ് ആയിരുന്നു. ഇഗ്നോയുടെ വേരിയസ് സൊസൈറ്റിനെ കുറിച്ചും നമ്മുടെ രജിസ്ട്രേഷൻസ് പോർട്ടൽ യൂസ് ചെയ്യുന്നത്, അങ്ങനെ ഇഗ്നോയുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇൻ ഡെപ്ത് ആയിട്ട് നോക്കിയ ഒരു സെഷൻ ആയിരുന്നു സെഷൻ 3. സെഷൻ 4 വന്നപ്പോൾ നമ്മൾ സിലബസ് ഡീകോഡിങ്, അതായത് നിങ്ങളുടെ ഓരോ ബാച്ചും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങളുടെ സിലബസ് ഫസ്റ്റ് ഇയറിൽ കവർ ചെയ്യുന്ന സിലബസും അതിന്റെ ഇൻ ഡെപ്ത് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, നമ്മൾ എത്ര ബ്ലോക്ക് എത്ര യൂണിറ്റ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കിയിരുന്നത്. സെഷൻ 5 വന്നപ്പോൾ നമ്മൾ ലേൺ വൈസിന്റെ എക്കോസിസ്റ്റംസ് ആയിരുന്നു നോക്കിയിരുന്നത്. മെയിൻ ആയിട്ട് ലേൺ വൈസിലുള്ള കാര്യങ്ങളും നിങ്ങൾ ചിലപ്പോൾ ഒരു ആപ്പ് മാത്രമേ കണ്ടു കാണത്തുള്ളൂ. അതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അത് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു സെഷൻ 5 നമ്മൾ നോക്കിയത്. സെഷൻ 6 വന്നപ്പോൾ സ്മാർട്ട് ഗോൾസ് ആൻഡ് ഹാബിറ്റ് ബിൽഡിംഗ്, നമ്മള് നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെ ആയിട്ട് കുറച്ചൊരു ഇച്ചിരി കൂടെ എയിംഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി കൂടെ ഫോക്കസ് ചെയ്യേണ്ട മേഖലകളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അത് പോയിന്റ് ഔട്ട് ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 6. സെഷൻ 7 വന്നത് അലുമിനി ഇൻസ്പിറേഷൻ, അതായത് നമ്മൾക്ക് ഓൾറെഡി പാസ്സായ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് എന്ന് പറയുന്നത് ഇഗ്നോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലേൺ വൈസ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്റെ ഇത്രത്തോളമുള്ള
വർക്കിനിടയിൽ അല്ലെ വർക്ക് ലോഡിന്റെ ഇടയിൽ ടൈം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഞാൻ എങ്ങനെ ഇത് കവർ ചെയ്യും? അപ്പൊ അതിനെല്ലാം ഉള്ള നിങ്ങൾക്ക് ഒരു സജഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ടിലുള്ള അതിൽ വിജയിച്ച് കാണിച്ച അല്ലെങ്കിൽ അത് തരണം ചെയ്ത് പഠിച്ച കുറച്ച് സ്റ്റുഡൻസിന്റെ കുറച്ച് കഥകളൊക്കെ നിങ്ങൾ കേട്ടല്ലേ. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ല, എന്റെ സെയിം സാഹചര്യം ഉള്ളവർ വേറെ ഉണ്ട്, അവർക്ക് നേടിയെടുക്കാൻ പറ്റി, പിന്നെ എന്തുകൊണ്ട് എനിക്കും പറ്റത്തില്ല എന്നുള്ളൊരു നമ്മളുടെ ഉള്ളിൽ ഒരു മോട്ടിവേഷൻ കിട്ടുന്ന ഒരു സെഷൻ ആയിരുന്നു സെഷൻ 7. സെഷൻ 8 നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പ്രൊഫഷൻസിയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ EAP പ്രാധാന്യവും അല്ലെങ്കിൽ നമ്മൾക്ക് കോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ആ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. സെഷൻ 9 നമ്മൾ കരിയർ പാത്ത്, അതായത് നിങ്ങൾ ഇപ്പൊ ചുമ്മാ പഠിച്ചിരിക്കുന്ന പോലല്ല, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മുന്നോട്ടുള്ള നിങ്ങളുടെ കരിയർ ഓറിയന്റഡ് എന്ന രീതിയിലുള്ള ഒരു കുറച്ച് മോട്ടിവേഷൻ സ്പീച്ച് ഒക്കെ ആയിരുന്നു നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടിയത്. സെക്ഷൻ 10 നമ്മൾ മീറ്റ് ദ ലേൺ വൈസ് ടീം ഉണ്ട്. അത് നമ്മൾ ഇപ്പൊ കാണുന്ന 1-2 പേരല്ല, നമ്മൾ ഇതിന്റെ ബാക്കിലുള്ള ഹോൾ ടീമിനെ പരിചയപ്പെടുകയും ആ സെഷൻസ് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തു. ആരൊക്കെയാണ്, ഏതൊക്കെ റോളാണ്, നിങ്ങളുടെ മുന്നിൽ ഒരു സാധനം കിട്ടുമ്പോൾ അത് ഇതിന്റെ ബാക്കിൽ പ്രവർത്തിച്ചിരിക്കുന്ന സെഷൻസും ആൾക്കാരെയും ഒക്കെ പരിചയപ്പെട്ട ഒരു സെഷൻ ആയിരുന്നു സെഷൻ 10 എന്ന് പറയുന്നത്. സെഷൻ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആണ്. അതായത് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടെൻസ്ഡ് ആയിട്ട് നിന്ന് ഈ ഒരു പോർഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ സ്ട്രെസ് റിലീസ് ചെയ്ത് നമ്മൾ ഈ പോർഷൻസ് കവർ ചെയ്യണം എന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു ഈ ഒരു സെഷൻ 11 നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അല്ലെങ്കിൽ അന്നേരം ആ ഒരു മാം നമ്മളോട് പറഞ്ഞിരുന്നത് അല്ലെ. അപ്പൊ എങ്ങനെ നമുക്ക് കൂളായിട്ട് പഠിക്കാം എന്നുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ അന്നേരം കിട്ടി. അങ്ങനെ ഏറ്റവും കഴിഞ്ഞ ലാസ്റ്റിൽ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ഫാമിലി മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ അവരുടെ സജഷൻസും അവരുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ലെങ്തി ആയിട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിരുന്നു ഫാമിലി മീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ച് പ്രോഗ്രാംസും ഒക്കെ ആയിട്ടല്ലേ. അങ്ങനത്തെ സെഷൻ 12 വരെയുള്ള 12 സെഷൻസ് ആണ് നമുക്കിപ്പോ ഓവർ ആയിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ലാസ്റ്റ് സെഷൻ 13 വന്നിരിക്കുകയാണ് ഫൈനൽ സെലിബ്രേഷൻ. അതായത് നമ്മൾ ഓറിയന്റേഷൻ പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്ത് നമ്മുടെ ജേർണി, എഡ്യൂക്കേഷണൽ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന സെഷൻ ആണ് നമ്മൾ ഈ ഒരു സെഷൻ 13 എന്ന് പറയുന്നത്. അപ്പം മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് നമ്മുടെ ഒരു റാപ്പ് വീഡിയോ. അതായത് നമ്മൾ ഇത്രയും ഈ ഒരു സെഷൻസിൽ ഇപ്പൊ 1 to 12 വരെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു സെഷൻസിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ, കണ്ട കാര്യങ്ങൾ, നമ്മൾ ആ പോയ ജേർണി ഒന്ന് ഓർത്തെടുക്കുന്ന ഒരു റീകോൾ ചെയ്യുന്ന ഒരു സമയമാണ് ഈ ഒരു റാപ്പപ്പ് വീഡിയോ എന്ന് പറയുന്നത്. നമ്മളൊക്കെ ആ റാപ്പപ്പ് വീഡിയോ കണ്ടിട്ട് ഓടി വരാം, എന്നിട്ട് നമുക്ക് ബാക്കി സെഷൻസ് കാര്യങ്ങൾ നോക്കാം.
എവിടൊക്കെ എന്തൊക്കെയാ നമ്മൾ ഇത്രയും ദിവസം എന്താണ് കണ്ടത്, എന്താണ് കേട്ടത് എന്നെല്ലാം ഉള്ള കുറച്ചൊരു ഐഡിയ കിട്ടി അല്ലെ. നമ്മൾ ഈ ഒരു സെഷനകത്ത് മെയിനായിട്ടും നമ്മളുടെ ഇത് തന്നെയാണ്, നമ്മളുടെ ആ ഒരു 12 സെഷൻസിന്റെയും ഒന്ന് റീകോൾ ചെയ്യുക. എന്നിട്ട് അതിന്റെ ഒക്കെ ഒരു ബേസിൽ നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തോ ഉണ്ടോ, അല്ലെങ്കിൽ എന്തായിരുന്നു ഓരോ സെഷനും എന്ന് നമുക്ക് എന്തെങ്കിലും ഒരു ഒന്നുകൂടെ തിരിഞ്ഞ് ചിന്തിക്കാനുള്ള ഒരു സമയമൊക്കെ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് എന്താണ് ഈ ഒരു 12 സെഷൻസിലും നടന്നതെന്നൊന്ന് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് ഒന്നുകൂടെ പെട്ടെന്ന് ആ ഒരു സമയത്തെ സംസാരങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് പെട്ടെന്ന് ഓർമ്മയിൽ വന്നു കാണും. അല്ലാത്തവർക്ക് ഇതെന്താണ് സംഗതി നടന്നത്, ചിലർ നിങ്ങൾ വീഡിയോ കണ്ടവരായിരിക്കും, അല്ലാത്തവർക്ക് ഏതൊക്കെ സെഷൻ ആയിരുന്നു എന്നുള്ളൊരു ജനറൽ ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് എല്ലാം റെക്കോർഡഡ് വീഡിയോസ് അവൈലബിൾ ആണ്, അതെല്ലാവരും കണ്ടു നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പൊ ഇഗ്നോയെ കുറിച്ചാണേലും ലേൺവൈസിന്റെ ഏതൊക്കെ ആണേലും നിങ്ങൾക്ക് നോർമലി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഡൗട്ട് വരാൻ സാധ്യതയുള്ളത് ഓരോ ഫീൽഡായിരിക്കും അല്ലെ. അപ്പൊ അതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഓരോ സെഷൻസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്താണോ ഡൗട്ട് ഉള്ളത് ആ സെഷൻ നിങ്ങൾ നോക്കി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ LSIസിനോടോ മെന്റേഴ്സിനോടോ ചോദിച്ചു കഴിഞ്ഞാൽ അവര് ക്ലിയർ ചെയ്ത് തരും കേട്ടോ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് നമ്മളുടെ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന കോൺഫിഡൻസ്, എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. അതിന്റെ പേരിലുള്ള നമ്മൾ കോൺഫിഡൻസിലാണ് നമ്മൾ മുന്നോട്ട് നമ്മുടെ ജേണി, എഡ്യൂക്കേഷണൽ ജേണി നമ്മൾ ഒരുമിച്ച്, നിങ്ങൾ തന്നെയല്ല ഞങ്ങളും കൂടെ ഉണ്ട്, നമ്മൾ ഒരുമിച്ചാണ് ഈ ജേണി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇനി ഞങ്ങൾക്ക് വേണ്ടുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന്, അതായത് നിങ്ങൾക്ക് നമ്മളോട് പറയാനുള്ള എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണേലും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എന്തെല്ലാം നിങ്ങൾക്ക് അതിന്റെ കുറച്ച് ഷെയർ ചെയ്യാൻ കാണും അല്ലെ. അപ്പൊ ഷെയർ ചെയ്യാനുള്ള നിങ്ങളുടെ ഓൺ വേർഡ്സിലുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഹോണസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ആണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം കുറെ ഫീഡ്ബാക്കും അല്ലെങ്കിൽ ഫീഡ്ബാക്ക് ഫോമൊക്കെ നമ്മൾ റിസീവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും നിങ്ങളുടെ ഓൺ വേർഡ്സിൽ എന്താണ് കുറെ സംഭവങ്ങൾ കേട്ടു. അപ്പം നിങ്ങൾക്ക് ഇപ്പം കറന്റ്ലി അത് പറയാൻ ഉള്ള സമയം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ഒരു ഗൂഗിൾ ഫോമോട് ഫീഡ്ബാക്ക് ഫോം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും മെന്റേഴ്സ്. ആ ഷെയർ ചെയ്ത് തരുന്നതിൽ ലേൺവൈസിന്റെ ഓറിയന്റേഷന്റെ ഒരു ഫീഡ്ബാക്ക് ആണ് അതിനകത്ത് മെയിനായിട്ട്. ഇതിപ്പോ ഇത്രയും ദിവസം നമ്മൾ ഓരോ സെഷൻസിന്റെ പറഞ്ഞു എങ്കിൽ ഈ ഒരു ഫോമിനകത്ത് പർട്ടിക്കുലർലി നമ്മൾ പറയുന്നത് നിങ്ങളുടെ ഹോൾ ഈ ഒരു ഓറിയന്റേഷന്റെ ഫീഡ്ബാക്ക് ആയിരിക്കും ചോദിച്ചിരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ഫീഡ്ബാക്ക് ഓറിയന്റേഷനും കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങള്, നിങ്ങൾക്കുള്ള സജഷൻസ്, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവോ പ്ലസോ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഈ ഒരു ഫീഡ്ബാക്ക് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ആ ഫീഡ്ബാക്ക് ഫോം നിങ്ങൾ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്ത് അയക്കുക. നിങ്ങൾ ഇത്രയും ദിവസം നിങ്ങളുടെ ആ ഒരു ആക്ഷൻ ടാസ്കുകൾ പ്രസന്റ് ചെയ്ത പോലെ തന്നെ ഈ ഫീഡ്ബാക്ക് ഫോംസും പ്രസന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് ഇനി നിങ്ങളുടെ ഹാർട്ടിൽ നിന്ന്, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ സ്ട്രൈറ്റ് ഫ്രം ഹാർട്ട്, നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഞങ്ങളോട് പറയാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ കാണും അല്ലെ. ഞങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഷെയറിങ് അല്ലെങ്കിൽ ആ ഒരു വേർഡ്സ് ആണ് ഞങ്ങൾക്കും അറിയാൻ ആഗ്രഹം. നിങ്ങൾക്ക് ഇത് എങ്ങനെ ഫീൽ ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ചിലപ്പം ഞാനിപ്പോ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞ പോലെ തന്നെ ഹോൾ 12 സെഷൻസും അറ്റൻഡ് ചെയ്തവർ കാണും. ഇനി അല്ല ഒരു സെഷനെ കയറിയുള്ളൂ. പലരും നമുക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു ടൈമിൽ എന്തെങ്കിലും ചിലപ്പോൾ ഡ്യൂട്ടി ടൈം വന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും തീരെ കയറാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ 1-2 സെഷൻസ് കയറിയില്ല, അതിന്റെ റെക്കോർഡ്സ് എപ്പോൾ കിട്ടും, റെക്കോർഡ്സ് തരണം എന്നൊക്കെ പറയാം. അപ്പൊ അങ്ങനെ ഡയറക്റ്റ് കയറിയവരും ത്രൂ റെക്കോർഡ്സ് വഴി കണ്ടവരും ഒക്കെ ഉണ്ട് അല്ലേ ഈ കൂട്ടത്തിൽ. അപ്പം നിങ്ങളുടെ അനുഭവം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഫീൽ ചെയ്തു, ചിലപ്പോൾ ഒരു സെഷനെ നിങ്ങൾ കണ്ടു കാണത്തുള്ളൂ, അതിൽ നിന്നാണെങ്കിലും നിങ്ങൾക്ക് എങ്ങനെ ഇത് ഫീൽ ചെയ്തു എന്നത് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ അറിയാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരെയും അതിനുവേണ്ടി ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഞാൻ 2-3 വീഡിയോസേ കണ്ടിട്ടുള്ളൂ. ഞാനിപ്പം വർക്ക് ചെയ്യുന്ന ആളാ. ചിലപ്പം വന്നിട്ട് എനിക്ക് ചിലപ്പം ആ ടൈമിൽ കയറാൻ പറ്റില്ല. പക്ഷെ കണ്ട സെക്ഷനൊക്കെ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. രീതിയിൽ പഠിച്ച് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ഓക്കെ മാഡം, താങ്ക് യു. എന്റെ പേര് ആഷിഖ്. ഞാനിപ്പോ BSW എടുത്തേക്കോ. ഞാൻ ആദ്യത്തെ ഒരു 3-4 സെക്ഷൻസ് കയറിയായിരുന്നു. ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടായിരുന്നു, പിന്നെ ഇഗ്നോയുടെ മറ്റേ ഇതൊക്കെ ഉണ്ടായിരുന്നു, സിലബസിന്റെ ഇതുണ്ടായിരുന്നു. ഓവറോൾ ഫീഡ്ബാക്ക് നല്ലതായിരുന്നു, നല്ല എൻഗേജിങ് ഒക്കെ ആയിരുന്നു കേട്ടോ.
പിന്നെ എനിക്ക് പിന്നെ കുറച്ച് സമയത്തിരക്കിന്റെ ഒരു പ്രശ്നം ഉള്ളതേ. പിന്നെ ചെറുതായിട്ട് മടിയൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. പിന്നെ മടിയൊക്കെ മാറ്റാൻ വേണ്ടി മടിയെടുത്ത് ബാക്ക് മാറ്റണം, സപ്പോർട്ടായിട്ട് അത് ഇവിടെ കാണും. ആഗ്രഹമില്ലാണ്ടല്ല. അതിപ്പോ നമ്മളിപ്പോ വരുമ്പോഴേക്കൊരു എത്രയാ, ഒരു 9 മണിയൊക്കെ ഏകദേശം 6 ഉണ്ടാവും. പിന്നെ ഞാൻ പിന്നെ ഇത് ലാസ്റ്റ് സെക്ഷൻ ആണ് എന്ന രീതിയിൽ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ ഞാൻ ഒന്ന് വണ്ടി എടുക്കാൻ നേരത്തൊന്ന് കയറിയതാ. ഓ, പിന്നെ ക്ലാസ് സിലബസിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് മുഴുവനൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, കുറച്ച് കംപ്ലീറ്റ് പയ്യെ സ്ലോ ആണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആക്കണം, അങ്ങനെയൊക്കെ. ഓക്കെ, ആക്റ്റീവായിട്ട് വരിക കേട്ടോ, ആക്റ്റീവായിട്ട്. ഓക്കെ ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ് ആഷിഖ്. ഓക്കെ, താങ്ക് യു. എനിക്ക് തോന്നുന്നു ഹബീബ. ഞാൻ എല്ലാ സെക്ഷനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാം യൂസ്ഫുൾ ആയിരുന്നു. EP ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് പഠിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. എനിക്ക് 3 മക്കളുണ്ട്, അതിൽ ഒരാള് 1 വയസ്സാണ്. അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. റോഷ്ലി റീസെന്റ് ജോയിൻ ആയതേ ഉള്ളൂ. അപ്പം എങ്ങനെയുണ്ട് റോഷ്ലിക്ക് കേറിയിട്ട്? കുറച്ച് സെഷൻസ് കണ്ടു, ഇതിൽ നിന്നുള്ള എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അല്ല, ഞാൻ ലാസ്റ്റ് മീറ്റില്ല, കാരണം ഞാൻ വർക്കിംഗ്. അപ്പൊ എനിക്ക് ഇവിടെ 9 o'clock, എനിക്കൊന്ന് നാട്ടിലപ്പോ ഒത്തിരി ലേറ്റ് ആവും. അപ്പൊ ഓഫീസ് ടൈമില്ല, ഞാൻ ജസ്റ്റ് ഇരുന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കയറും. പക്ഷെ എനിക്ക് കസ്റ്റമർ ഉണ്ടാവുമ്പോൾ ഞാനത് കട്ട് ചെയ്തിട്ട് പോകുന്നതാ. അപ്പം കണ്ടിന്യൂ ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിലും എനിക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ ഞാൻ ഹാപ്പിയാണ്. ഇതിന്റെ സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഞാൻ ഹാപ്പി ആയിട്ടാ പോകുന്നത്. ഓക്കെ, താങ്ക് യു റോഷ്ലി. നമസ്കാരം, ഞാൻ റിയാസാണ്. ഞാന് ഫസ്റ്റത്തെ 2-3 സെഷൻ കണ്ടില്ല, ബാക്കിയൊക്കെ കണ്ടിരുന്നു. പിന്നെ അതിൽ തന്നെ നമ്മൾ വർക്കിന്റെ ടൈമിൽ കാണുന്നതാണ്, കുറച്ച് ഭാഗങ്ങളൊക്കെ മിസ്സായി പോകാറുണ്ട്. അപ്പോ മെൻഡറായ ഫാത്തിമ മാമിനൊക്കെ ഒന്ന് പേഴ്സണലായിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഫ്രീ ആവാത്ത കൊണ്ടാണ്. ഇനി എന്തായാലും ഈ വീക്കിൽ തന്നെ എല്ലാം കറക്റ്റ് ആയിട്ട് പോകണമെന്ന് ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് 100,000 നന്ദി. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് 100,000 നന്ദി. വേറൊന്നുമല്ല, ഞങ്ങൾക്കും ഹാപ്പിനെസ് ആണ് ഇത്. നിങ്ങൾക്ക് എത്രത്തോളം എഫക്റ്റീവ് ആയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹാപ്പി ആയോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്തതെന്ന് അറിയുമ്പോഴാണ് ഞങ്ങൾക്കും ഹാപ്പിനെസ്, അല്ലേ? അപ്പം ആ ഒരു ഭാഗത്ത് നിങ്ങൾ ഇത്രത്തോളം കണ്ട സെഷൻസിലെല്ലാം നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെയാണ് എന്ന് പറയുന്ന സമയത്ത് ഞങ്ങൾക്കും അതിൻ്റെതായ സന്തോഷം. നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ഒരു ഉഷാറിൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയോ നമ്മൾ കുറച്ച് ഉദ്ദേശിക്കുന്നില്ലേ, അപ്പൊ ആ ഒരു സ്പിരിറ്റിൽ തന്നെ മുന്നോട്ട് പോവുക, നല്ല രീതിയിൽ പോവുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മെന്റേഴ്സ് ആയിട്ടോ LSIs ആയിട്ടോ അത് ഡിസ്കസ് ചെയ്ത് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് തന്നെ പോകാൻ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള കുറച്ച് വാക്കുകൾ ഞങ്ങൾക്കും കേട്ടു, ഞങ്ങൾക്കും സന്തോഷം. നമുക്ക് ഇനി നോക്കാനുള്ളത് നമ്മുടെ എഫേർട്ടുകളൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സമയം. അതായത് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ വാഗ്ദാനങ്ങളൊക്കെ തന്നായിരുന്നു, അല്ലേ? അപ്പൊ അതിൽ ആരൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണ്ടേ. നമ്മളുടെ ആക്ഷൻ ടാസ്കുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ ടാസ്കുകളൊക്കെ തന്നപ്പോൾ അതിൽ എന്തൊക്കെയാണ് ആരാണ് കൂടുതൽ, നമ്മൾ ഒരിക്കലും കൂടുതൽ പെർഫോം ചെയ്തതെന്നോ അങ്ങനെ ഇതായിട്ട് വേറൊന്നും രീതിയിൽ പറയുന്നില്ല. നിങ്ങൾക്ക് അതില് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ചെറിയൊരു പോയിന്റുകൾ കൊണ്ട്, അതായത് നിങ്ങൾ ആ ഒരു സബ്മിറ്റ് ചെയ്ത ഒരു ചെറിയൊരു ടൈം ഗ്യാപ്പ് കൊണ്ടോ അല്ലെ പ്രസന്റ് ചെയ്ത ഒരു രീതി കൊണ്ടോ ഒക്കെ എന്താണ് നമ്മളൊരു ടോപ്പേഴ്സ് അല്ലെങ്കിൽ വിന്നേഴ്സ് എന്ന് പറയുന്ന രീതിയിൽ, ടോപ്പേഴ്സ് ഒന്നും പറയുന്നില്ല, വിന്നേഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഈ ഒരു സെഷനിൽ നിന്ന് ഓറിയന്റേഷന്റെ വിന്നേഴ്സിന് ഈ ഒരു സെഷനിൽ നിങ്ങളുടെ ബാച്ചിൽ ആരാണ് ഒരു OP-യിൽ വിൻ ചെയ്തേക്കുന്നത് എല്ലാവർക്കും അറിയാൻ താല്പര്യമില്ലേ? അപ്പൊ നമ്മുടെ ഈ ഒരു OP 10.0യുടെ നിങ്ങളുടെ ബാച്ചിന്റെ വിന്നേഴ്സ് എന്ന് പറയുന്നത് ടോപ്പ് 3 വിന്നേഴ്സിനെയാണ് കൊടുത്തിരിക്കുന്നത്. BSWന്റെ വിന്നേഴ്സ് ആണ് പറഞ്ഞത് ആദിത്യൻ AS, മീറയുടെ അണ്ടറിലാണ്. ടോട്ടൽ സ്കോർ 53 ആണ് വന്നിരിക്കുന്നത്. സെക്കൻഡ് റാങ്കിൽ വന്നിരിക്കുന്നത് ഹബീബ AK, ഇത് ഫാത്തിമ മെൻറ്ററിന്റെ അണ്ടറിലാണ് വരുന്നത്, 37.5. പിന്നെ തേർഡ് വന്നിരിക്കുന്നത് ഷഹനാമോൾ S, അതും ഫാത്തിമ മാമിന്റെ അണ്ടറിലെയാണ്, 34 സ്കോർ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആദിത്യനും ഷഹനയില്ല, ഹബീബ ജോയിന്റ് അല്ലേ? ഹബീബ അല്ലേ മുമ്പേ? അതെ, ജോയിന്റ് ആണ്. ഓക്കെ, ഹബീബ കൺഗ്രാറ്റ്സ് കേട്ടോ. ഹബീബ അല്ല, 3 പേർക്കും കൺഗ്രാറ്റ്സ്. അപ്പം ഫസ്റ്റ് ആദിത്യൻ
ഓക്കെ ദെൻ ഹബീബ, ദെൻ ഷഹന. ഹബീബ മുമ്പേ ഫീഡ്ബാക്ക് പറഞ്ഞപ്പോഴും പറഞ്ഞു ഞാൻ എല്ലാ സെഷൻസും അറ്റൻഡ് ചെയ്തു. നമ്മുടെ ഫാമിലി മീറ്റിന്റെ മാത്രമാണ് ഇടയ്ക്ക് വെച്ചൊന്ന് പോയെന്ന് പറഞ്ഞില്ലേ. അപ്പം ഇത്രത്തോളം ഇതിനകത്ത് എൻഗേജ്ഡ് ആയിരുന്നു. അപ്പം എന്തെങ്കിലും സബ്മിറ്റ് ചെയ്തതിന്റെ ഒരു ചെറിയൊരു ഇതിലൊക്കെ വന്ന ആക്സസിന്റെ ഇതാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഹാപ്പി അല്ലേ ഹബീബ? ഹാപ്പിയാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ കൺഗ്രാറ്റ്സ്. നമുക്ക് ഇനി നമ്മുടെ ഫൈനൽ അസസ്മെന്റ്, അതായത് നിങ്ങൾ ഇതുവരെ ആക്ഷൻ ടാസ്കും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു കണ്ടത്. ഇനി നമ്മളുടെ ഫൈനൽ ഓൺലൈൻ അസസ്മെന്റിലോട്ടാണ് പോകുന്നത്. നമുക്ക് ഈ ഒരു സെഷനകത്ത് ആക്ഷൻ ടാസ്ക് അല്ല, പകരം നിങ്ങൾക്ക് നിങ്ങളുടെ മെന്റോർക്ക് ഒരു ഗൂഗിൾ ഫോം അയച്ചു തരും. അതെന്ന് പറയുന്നത് നമ്മുടെ ഓൺലൈൻ അസസ്മെന്റിന്റെ ഭാഗമായിട്ടായിരിക്കും നിങ്ങളുടെ OP എന്ന് പറയുന്നത്, അല്ലെങ്കിൽ OP 10.0 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹൗ ഡു യു ഫീൽ, നിങ്ങൾക്ക് ഇത് എങ്ങനെ ഫീൽ ചെയ്തു, നിങ്ങൾക്ക് ഇത് എങ്ങനെ ആയിരുന്നു എന്നത് അറിയാൻ വേണ്ടിയുള്ളൊരു എന്താണ് ഒരു സെഷൻ ആണ്, അല്ലെങ്കിൽ ആ ഒരു ഫോം ആയിരിക്കും അതെ ഷെയർ നിങ്ങൾ ചെയ്യുന്നത്. അതെ ശരിയാ. അതായത് നിങ്ങൾക്ക് നിങ്ങളിപ്പം കുറെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തല്ലേ മാം? എല്ലാവരും കുറച്ച് പേര് പറഞ്ഞു കുറച്ചൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന്. പക്ഷെ അറ്റൻഡ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ ഒരു ജനറൽ നോളജിനെ അസസ് ചെയ്യും കൂടിയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ഓരോരോ സെഷനിലും നമ്മൾ ഓരോരോ കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇഗ്നോനെ കുറിച്ച് ആയിക്കോട്ടെ, ലേൺ വൈസിനെ കുറിച്ച് ആയിക്കോട്ടെ, നിങ്ങളുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻസ്, ഗ്രേഡ് കാർഡ്, ഇഗ്നോ എക്സാമിനേഷൻസും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തായിരുന്നു. സോ ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു നോളജിനെയും കൂടിയാണ് നമ്മൾ ഇതിലൂടെ എന്ത് ചെയ്യുന്നത്, അസസ് ചെയ്യുന്നത്. അപ്പം ഇത് നമ്മളുടെ ഒരു ഫോം ഇപ്പൊ ജസ്റ്റ് നിങ്ങളെ ഒരു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇത് എല്ലാ നമ്മളുടെ എന്താണ് മെന്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അയച്ചു തരും. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ഇത് ഫില്ല് ചെയ്യുക, എല്ലാവരും ഫില്ല് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് തന്നെ എന്താണ് നിങ്ങളുടെ ഒരു നിങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ആരും മിസ് ചെയ്യല്. എന്ത് ചെയ്യുക, മാക്സിമം ഇത് ഫില്ല് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഇതിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഫുൾ നെയിം ഉണ്ട്, ഇഗ്നോയിന്റെ എൻറോൾമെന്റ് നമ്പർ കൊടുക്കുക, നിങ്ങളുടെ അസൈൻഡ് ആയിട്ടുള്ള മെന്റർ അല്ലെങ്കിൽ SSC ആയിരുന്നു എന്താണ് നിങ്ങളുടെ ആരാന്നുള്ളത് വെച്ച് നിങ്ങൾ നെയിം അതിൽ ടൈപ്പ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന ഓറിയന്റേഷൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓറിയന്റേഷനുമായിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഇതിലൂടെ കളക്ട് ചെയ്യുന്നത്. ഇപ്പൊ ഇതില് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് മാർക്ക് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. കണ്ടോ, ഇവിടെ ചോദിച്ചിട്ടുണ്ട് സെഷൻ 1 എങ്ങനെ ഉണ്ടായിരുന്നു. അതിൽ നിങ്ങൾക്ക് മേളിലുള്ള ഹെഡിങ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏതാണ് അതിൽ കൊടുക്കാൻ താല്പര്യമുള്ളത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ താഴെ ആണെന്നുണ്ടെങ്കിൽ പല പല ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ ആ ക്വസ്റ്റ്യൻസ് എല്ലാം വായിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻസ് മാർക്ക് ചെയ്യാൻ തോന്നുന്നു അതെന്ത് ചെയ്യുക, നിങ്ങൾ പ്രോപ്പർ ആയിട്ട് അത് മാർക്ക് ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഇതുവരെ നിങ്ങളുടെ ഈ ഒരു സെഷനിനകത്ത് മെയിനായിട്ട് നമ്മളുടെ ഇത്രയും ദിവസത്തെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയല്ലേ, ഏതൊക്കെ സെഷൻസ് ആയിരുന്നു, എങ്ങനെയായിരുന്നു എന്നത് മനസ്സിലായി. അതിൽ നിന്ന് ഓരോരുത്തർക്കും മനസ്സിലായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അത് ഫീൽ ചെയ്തെന്നുള്ള ഒരു ഫീഡ്ബാക്ക് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. നിങ്ങൾക്ക് കോമൺ ആയിട്ട് നിങ്ങൾക്ക് അത് ഇത്രത്തോളം എഫക്റ്റീവ് ആയെന്ന് അനലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെയാണ് നമ്മളൊന്ന് കടന്നു പോയതെന്ന് ഒന്ന് റീകോൾ ചെയ്യാനുള്ള ഒരു ടൈം ആയിരുന്നു ഇപ്പം. അതേപോലെ തന്നെ നമ്മളുടെ ഒരു മാഷപ്പ് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടല്ലേ, എങ്ങനെയാണ് എന്താണ് ഈ സെഷൻസ് നടന്ന കുറച്ച് മാഷപ്പ് വീഡിയോസും കാര്യങ്ങളും ഒക്കെ കണ്ട് ഒന്ന് റീകോൾ ചെയ്യാൻ പറ്റി. നിങ്ങളുടെ 2 കാര്യങ്ങൾ, അതായത് നമ്മുടെ ഗൂഗിൾ ഫോം ആണെങ്കിലും അതേപോലെ നമ്മുടെ ഫീഡ്ബാക്ക് ഫോം, അതേപോലെ ഓൺലൈൻ അസസ്മെന്റ് ഫോം ഓറിയന്റേഷൻ, ഇത് രണ്ടും നിങ്ങളുടെ മെന്റേഴ്സും LSCസും അയച്ചു തരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് ഫിൽ ഔട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ റെസ്പോൺസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും വാല്യുബിൾ അസറ്റ് ആയിട്ട് ഞങ്ങൾക്ക് ഉള്ളത്. അതായത് അതാണ് നിങ്ങൾക്ക് എത്രത്തോളം അത് എഫക്റ്റീവ് ആയെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പൊ പറയുന്ന ഒരു ഇതുപോലാണ് നിങ്ങൾക്ക് അത് എത്രത്തോളം എഫക്റ്റീവ് ആയെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം നിങ്ങളുടെ വാല്യുബിൾ ഫീഡ്ബാക്സും നിങ്ങളുടെ ആ ഒരു റെസ്പോൺസും ഞങ്ങളും എക്സ്പെക്ട് ചെയ്യുന്നു. ഞങ്ങളും അതിന് വെയിറ്റിംഗ് ആണ്, അത് പ്രോപ്പറായിട്ട് ഫിൽ ചെയ്തത്. അപ്പം ഇതോടുകൂടെ നമ്മുടെ ഓറിയന്റേഷൻ 10.0 നമ്മൾ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പം എല്ലാവർക്കും ഇതൊരു വൈൻഡിങ് അപ്പ് അല്ല, നമ്മുടെ എഡ്യൂക്കേഷന്റെ ഒരു ജേർണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അല്ലെ. നമ്മളുടെ ഈ ഒരു ഇഗ്നോ സ്റ്റഡീസിലെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണ്. അല്ലാതെ നമ്മൾ സ്റ്റഡീസ് അല്ല ഒരിക്കലും നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്ത് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആക്റ്റീവായിട്ട് പ്രോപ്പറായിട്ട് നല്ലൊരു കോർഡിനേഷനോടുകൂടി മുന്നോട്ട് പോവുക. എല്ലാവർക്കും നല്ലൊരു എയിം, നമ്മളെ എന്തൊക്കെയോ മനസ്സിൽ കുറച്ച് സ്വപ്നങ്ങളുണ്ടല്ലോ, അപ്പം അത് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങളും വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല റിസൾട്ട്സും ഒക്കെ കിട്ടട്ടെ. കൂടെയുള്ള ജേർണിയിൽ പലപ്പോഴും ഇടയ്ക്ക് വെച്ച് ഓരോ സെഷൻസിലൊക്കെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നമുക്ക് ഇതുപോലെ പ്രോഗ്രാംസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പം വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എല്ലാവർക്കും നല്ലൊരു ഭാവി, നല്ലൊരു എഡ്യൂക്കേഷണൽ പാത്ത് വിഷ് ചെയ്തുകൊണ്ട്
നിങ്ങൾ സ്വയമായിട്ട് ആക്റ്റീവായിട്ട് മുന്നോട്ട് ആ, ഉം, പോകട്ടെ, അല്ലെങ്കിൽ നല്ലൊരു റിസൾട്ടും ഒക്കെ ആയിട്ട് ഇതുപോലെ അലുമിനി മീറ്റിലൊക്കെ നിങ്ങളെ വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ. അപ്പം അങ്ങനെ നല്ലൊരു നാളെ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു. എല്ലാവർക്കും വിഷ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്.